ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു സൂപ്പർ ടേസ്റ്റുള്ള നാവിൽ വെള്ളം ഊറുന്ന ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു മാങ്ങ അച്ചാറാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോകാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ചരുവാണ് വെച്ച് കൊടുത്തേക്കുന്നത്. അതിനകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 കിലോ മാങ്ങയാണ് എടുത്തേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി അത് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അധികം വെന്ത് പോകരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നമ്മളിത് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. എന്തിനാണെന്നാ, അപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് പൂപ്പൽ പിടിച്ചാൽ ചീത്തായി പോകും. അപ്പോൾ അതിന് നമുക്കിത് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാണ്. ഇനി നമുക്കിതുകൊണ്ട് കോരിയെടുക്കാം കേട്ടോ. തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം. മാങ്ങയെല്ലാം ഇതിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ ചരുവത്തിൽ തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തേക്കുന്നത്. അതൊന്ന് ചൂടായി വരും. എണ്ണ ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ അധികം കടുകിൻ്റെ കൂടെ പൊട്ടിക്കണില്ല. ഉലുവ പൊടിച്ചിടണം കൊണ്ടിട്ട് ഉലുവ ഇതിനകത്ത് കുറവാണ് ഇട്ടേക്കണം. കടുകും ഉലുവയൊക്കെ നല്ലോണം പൊട്ടാനുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 100 ഗ്രാം വെളുത്തുള്ളി ചതച്ചതുണ്ട്, അതിട്ട് കൊടുക്കും. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഞാൻ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്തിരി അധികം എടുത്തേക്കണേന്ന്. അതിനകത്തേക്ക് ഒരു 7 പച്ചമുളക് ഇട്ടുണ്ട്, അത് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. എരിവുള്ള പച്ചമുളകാണ്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി, ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നു. ഇത് നല്ലോണം ഒരു കളറൊക്കെ ഒന്ന് മാറി വരണം. ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടത്. അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ്. ഞങ്ങളുടെ ബന്ധുക്കാരൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോൾ അമ്മ ഈ അച്ചാറാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പോകുമ്പോൾ വിളിച്ച് പറയും, അച്ചാർ കൊടുത്തു വിടും, അച്ചാർ കൊടുത്തു വിടും. കളറൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മാറി വരണം. ഇതുപോലെ തന്നെ ഞാൻ ബീഫിൻ്റെ അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൊടുത്തു വിടാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, ബീഫ് അച്ചാർ. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇത് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതും ഒന്ന് കോരിയെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതും കോരിയെടുക്കാം. ഇവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴറ്റിയത് മാറ്റിയിട്ടുണ്ട്. ആ ചരുവത്തിൽ തന്നെ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലിയില്ലേ, അത് 1 കപ്പ് വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ചരുവത്തിലോട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും ചെറിയ ഗ്ലാസ്സിലാണ് ആ വെള്ളം കൂടെ തിളപ്പിച്ചാറ്റിയ വെള്ളം കേട്ടോ, അതും കൂടെ ഇതിനകത്ത് വാഷ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ചാറൊക്കെ ഒന്ന് നല്ലോണം കുറുകി വരണം, നല്ലോണം തിളപ്പിച്ചെടുക്കാത്. ഇതിനകത്തേക്ക് ഞാൻ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ, പഞ്ചസാര ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ. വെള്ളം ഒഴിച്ചതാണ്, അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ഈ മസാല ആയിട്ട് നല്ലോണം അങ്ങോട്ട് യോജിച്ച് ഇത് കുറുകി വരണം. നമ്മളിതിനകത്തേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, ഓരോരുത്തരുടെ ഉപ്പ് അനുസരിച്ചിട്ട് ഇടണം കേട്ടോ. അച്ചാറിന് ഇത്തിരി ഉപ്പ് കൂടുതൽ വേണം. ഇരിക്കും തോറും അല്ലെങ്കിൽ ഉപ്പ് കുറഞ്ഞാലൊരു ടേസ്റ്റിന് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ വഴറ്റിയതിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒന്നില്ല തീ ഓഫാക്കാം, അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് മാങ്ങ വെന്ത് പോകരുത്. വെന്ത് പോയാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറും. നമുക്ക് തീ ഓഫാക്കാം. ഞാൻ ഇവിടെ കായപ്പൊടി, 1 ടീസ്പൂണ് കായപ്പൊടിയും 1 ടീസ്പൂണ് നമ്മുടെ ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണല്ല കേട്ടോ, 1 സ്പൂൺ കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് ഇങ്ങനെ തന്നെ, ഞാൻ പച്ചാറിടണമെങ്കിൽ ഒരു ദിവസം പച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഞാനിത് ഇവിടെ ചൂടാറി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ വെക്കും. നാളെ എടുത്തിട്ടേ ഞാൻ ഇത് കുപ്പിയിലാക്കുള്ളൂ. അപ്പോൾ എന്ത് അച്ചാറിടണമെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വെക്കും. നാളെ എടുത്തിട്ട് കുപ്പിയിലോട്ടാക്കലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിനകത്ത് കിടന്നിട്ട് തന്നെ നല്ല ടേസ്റ്റ് വരുള്ളൂ. ഉപ്പെല്ലാം കറക്റ്റാണ്. ഉപ്പ് ഇത്തിരി കൂട്ടിയിടണം, എന്നാലേ നമുക്ക് അച്ചാർ ആകുമ്പോൾ ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ. ഇതിൽ തന്നെ വെച്ചിട്ട് നാളെ എടുക്കുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നാളെ നോക്കാം, നാളെ കുപ്പിയിലാക്കാം. അപ്പം നമ്മുടെ അച്ചാർ നോക്കിക്കേ, ഞാൻ ഇന്നലെ ഇട്ട് വെച്ചതാണ്. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വെക്കണം. നമുക്കിതൊന്ന് നല്ലതുപോലെ ഉണങ്ങിയ ഒരു ഭരണിയിലാക്കി വെക്കാം. അപ്പം നല്ലോണം കഴുകി ഉണക്കിയെടുത്ത ഭരണിയാണ്. അതിനകത്തോട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ അച്ചാർ ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങളിവിടെ അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീർക്കും. കുട്ടികളുള്ളതുകൊണ്ടിട്ട് അത് പെട്ടെന്ന് തന്നെ 1 മാസമൊന്നും വെക്കണ്ട. ഞങ്ങൾക്ക് 1 ആഴ്ച കൊണ്ട് തന്നെ അച്ചാറെല്ലാം തീർത്തു വെക്കും. അപ്പോൾ കുട്ടികൾക്കായിട്ടാണ് ഞാൻ ചെറിയ പാത്രത്തിലോട്ടാക്കി വെക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ ആണ്, അത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.